അങ്ങനെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത രമേശ് ചെന്നിത്തല പണി തുടങ്ങി. ഈ ആഭ്യന്തരമന്ത്രിമാരെ ചുമതലയെടുത്ത ആദ്യമായി അവർ പോലീസ് ആസ്ഥാനത്തെത്തി ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വലിയൊരു ചർച്ച നടത്തുന്ന ഒരു സ്ഥിരം ഒരു ചടങ്ങാണ്, പതിവാണ്. എനിക്ക് തോന്നുന്നു പിന്നീട് വർഷത്തിലൊരിക്കലോ അങ്ങനെ എന്തൊക്കെയോ അത്തരം മീറ്റിങ്ങുകൾ സ്ഥിരം അവർ നടത്താറുള്ളതാണ്. എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തി ഏറ്റവും സംസ്ഥാനത്തെ ക്രമസമാധാന വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ധാരണയുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 10 വർഷത്തെ കേരളത്തിലെ അരാജകത്വം, എല്ലാ മേഖലകളിലും പോലീസിൻ്റെ കഴിവുകേടും പിടിപ്പുകേടും കൊണ്ടുണ്ടായ അരാജകത്വം. പോലീസിൻ്റെ വരിയുടയ്ക്കപ്പെട്ട പോലീസായിരുന്നു കേരളത്തിൻ്റെ. അതെ, അവർക്ക് മിണ്ടാൻ അനുവാദമില്ല, അനങ്ങാൻ അനുവാദമില്ല, ചലിക്കാൻ അനുവാദമില്ലാത്ത രീതിയിൽ കുറേ പേരുടെ കൈപ്പിടിയിലേക്ക് സ്വന്തം റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ പോലുള്ള അനുവാദമില്ല, വാങ്ങി ചവരൂട്ടെ വലിച്ചെറിടുന്നതാണ്. ഇനി ഒരു റിപ്പോർട്ട് കൃത്യമായിട്ട് എഴുതി കൊടുത്താൽ അയാൾ വെളിയിൽ നിൽക്കും. ജ്യോതികുമാർ എന്ന് പറഞ്ഞൊരു DSP ഉണ്ട്, കോട്ടയത്തെ DCRB DSP. അദ്ദേഹം ഇപ്പോഴും പ്രൊമോഷൻ ആകേണ്ട ഒരാളാണ്, അതായത് SP ഗ്രേഡിലേക്ക് വരേണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രൊമോഷൻ ഇവർ അട്ടിമറിച്ച് വെച്ചിരിക്കും. എന്താണ് കാരണം എന്നറിയാം. അത് ഇനി ഈ സർക്കാരിൻ്റെ കാലത്ത് കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ കോടികളുടെ അഴിമതി കണ്ടെത്തി. അതെ, കോൺഗ്രസ് നേതാവിൻ്റെ അഴിമതി കണ്ടെത്തി. പക്ഷേ CPM ആണ് നൊന്തത് CPM-നാണ്. അത് കാരണം INTUC നേതാവ് R ചന്ദ്രശേഖരനാണ് അതിനകത്തെ ഒരു പ്രതി അവരുടെ പിന്നെ അന്നത്തെ MD ആണ്. പിണറായിയുടെ സ്വന്തക്കാരനാണ്. പിണറായിയുടെ സ്വന്തക്കാരൻ. പിണറായി വിജയൻ ഈ ഒരു കാരണവശാലും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഇല്ലാത്ത കാരണം ഉണ്ടാക്കി ഈ ജ്യോതികുമാറിനെ സസ്പെൻഡ് ചെയ്തു. അങ്ങേര് തിരിച്ച് സർവീസിൽ കയറിയിട്ട് അങ്ങേരെ ഒരു മൂലയ്ക്ക് കൊണ്ടെടുത്തി DCRB കോട്ടയത്ത് കൊണ്ടിരുത്തിയിരിക്കും. ഇപ്പോഴത്തെ ബാച്ചിൽ SP ആയിട്ട് ഗ്രേഡ് പ്രൊമോഷൻ കണ്ട ആളാണ്. അദ്ദേഹത്തിന് അവർ ചവിട്ടിക്കൂട്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ UDF സർക്കാർ വന്നല്ലോ, സംഗതി പ്രതി ചന്ദ്രശേഖരനായത് കാരണം UDF സർക്കാർ എന്ത് കാണിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ പേരിൽ ഒരാൾ കോടതി കയറി ഇറങ്ങി നിൽക്കുകയാണ്, ഞാൻ വരണോ വേണ്ടയോ എന്ന് പറഞ്ഞ്. മുഹമ്മദ് ഹനീഷ്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കോടതി പറഞ്ഞു കോടതിയെ ലക്ഷ്യമാണ് നേരിട്ട് കാണാൻ, നേരിട്ട് ഹാജരാകാൻ. എന്താണെന്നറിയാം, ഈ 2 പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി കൊടുക്കില്ല. കാരണഭൂതന്റെ സർക്കാർ അനുമതി കൊടുക്കത്തില്ല. അവർ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലെന്നാണ്. ഒന്ന് ആലോചിച്ചേ, ഒരു കാരണവശാലും ഇയാളുടെ പാർട്ടിക്കാരനല്ല, എതിർ പാർട്ടിയാണ് ഈ ചന്ദ്രശേഖരൻ. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നിരുന്നത്. അതിനൊരു മാറ്റം വരുമെന്ന് നമുക്ക് കരുതാം. എല്ലായിടവും അന്തർധാരകളും കച്ചവടമുണ്ട്, പരസ്പര കച്ചവടങ്ങളാണല്ലോ. പക്ഷേ ഇന്ന് ഏറ്റവും ഗൗരവമായ ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്, ഒറ്റ മയക്കുമരുന്ന് മാഫിയക്കാരനെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഓപ്പറേഷൻ തൂഫാൻ, നാർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ഇത് ചെയ്തിരിക്കുക. തൂഫാൻ അടിച്ച് തൂഫാനാക്കിന്ന് കേട്ടിട്ടില്ലേ? അതെ, അടിച്ച് തൂഫാനാക്കാൻ തൂഫാൻ ഒരു ഫാൻ ഇല്ലായിരുന്നോ? ഉണ്ട്. ഒരു ഹിന്ദി സിനിമയുടെ പേരൂടാണ് തൂഫാൻ. വളരെ പ്രശസ്തമായ ഹിന്ദി സിനിമയുടെ. അപ്പോൾ ഇവന്മാരെ അടിച്ച് തൂഫാനാക്കുക തന്നെ വേണം. അടി കൊള്ളുന്നത് മിക്കത് നമ്മുടെ ഇടതുപക്ഷത്തെ CPM-ന്റെ കുട്ടി സഖാക്കൾ. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ റെയ്ഡും അറസ്റ്റൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്, നിരപരാധികളെ കൊടുക്കാൻ ശ്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിലാപങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി വരും എന്നുള്ള കാര്യം ഉറപ്പായി. നമുക്കറിയാം, ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ ഒരു പദ്ധതി കൊണ്ടുവന്ന് ഇവിടുത്തെ ബ്ലേഡ് മാഫിയകളെ പൂട്ടി ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തതാണ്. ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരിലായതാണ്, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തതാണ്. അന്ന് വന്ന ഓപ്പറേഷൻ കുബേര സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു വലിയ ആശ്വാസം തന്നെ കൊടുത്തതാണ്. അത് വിജയിപ്പിച്ചെടുക്കാനും കഴിഞ്ഞു. എന്നാൽ രമേശ് ചെന്നിത്തല മാറിയതോടെ അതവിടെ നിലച്ചു. പോലീസുകാർ വരെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. സാക്കൾ മുഴുവൻ ഈ അഴിമതി കൂടെ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ പലിശയ്ക്ക് കൊടുപ്പായിരുന്നു. അത് ബിനാമികളെ വെച്ചാ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നതാണ്. ഈ സാക്കന്മാർ കടം കൊടുക്കുന്നത് മറ്റാരെങ്കിലും പേരിലായിരിക്കും, പക്ഷെ പണം തിരിച്ചു കൊടുക്കാത്ത സന്ദർഭം വന്നാൽ സഖാവ് ഇടപെടുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണ്ടകളുണ്ട്. അതിനായിട്ട് ആ ഗുണ്ടകൾ ചെല്ലും. അവന്മാർ കൊലക്കേസ് പ്രതികളോ കാപ്പാ കേസ് പ്രതികളോ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, ഇവന്മാർ DYFIയിൽ എന്തെങ്കിലും ഭാരവാഹിത്വം വഹിക്കും. അത് ഉറപ്പാണല്ലോ. അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പം ഇതിനകത്ത് ഇവിടുത്തെ നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, അതായത് ലൂസിഫർ സിനിമയിൽ വരുന്ന ഒരു ഡ്രഗ് വേൾഡിനെ കുറിച്ച് പറയും, ഡ്രഗ് അണ്ടർവേൾഡ്. ആ ഒരു ഡ്രഗ് അണ്ടർവേൾഡ് വന്ന് കേരളം കുട്ടിച്ചോറാക്കാൻ ലക്ഷ്യമിടുന്നതിന്റെ കഥയാണ് ലൂസിഫർ സിനിമ. അല്ല, കേരളത്തിലെ ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞു. അതിനകത്ത് ആരൊക്കെയുണ്ട്? അണ്ടർവേൾഡ്, ഈ ഡ്രഗ് മാഫിയ ഉണ്ട്, പിന്നെ ലഹരി വിരുദ്ധ പുകയില മാഫിയ ഉണ്ട്, പിന്നെ ഉള്ളത് ഈ സ്വർണ്ണക്കടത്തുകാരുണ്ട്, സ്വർണ്ണം പൊട്ടിക്കലുകാര്, സെക്സ് മാഫിയകൾ വന്നിരിക്കുന്നു, ഡ്രഗ് മാഫിയ. എല്ലാവരും കൂടെ ചേർന്ന് ഒരു സമാന്തര അധോലോകം സൃഷ്ടിച്ചിരിക്കുന്നു, സമാന്തര ഭരണകൂടം സൃഷ്ടിച്ചിരിക്കുന്നു. ആ സമാന്തര സംവിധാനത്തെ അമർച്ച ചെയ്യാൻ
രമേശ് ചെന്നിത്തല കുറച്ച് പാടുപെടും. കാരണം പോലീസിലുള്ളവർക്ക് ഇതിനകത്ത് ബന്ധമുണ്ട്. അല്ല, അതാണ് കാര്യം. കാരണം ഇത് കൃത്യമായും മേൽത്തട്ടിലോട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് താഴത്തിലുള്ള ഉദ്യോഗസ്ഥനാണ്. അയാൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? കാരണം റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ഈ മേൽത്തട്ടിരിക്കുന്നവൻ്റെ സ്വന്തക്കാരനാണ് ഈ മാഫിയക്കാരനെന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ലോറി നിറച്ച് പുകയില പിടിച്ച സംഭവം കരുനാഗപ്പള്ളിയിൽ. ഒരു ലോറി നിറച്ച് പുകയില പിടിച്ചു. ലോറി ആരുടെയാണ്? CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്ത്, അതെ, ആലപ്പുഴ മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള അയാളെ അന്ന് രക്ഷപ്പെടുത്താനാവുന്ന ശ്രമിച്ചു. അപ്പോഴത്തേക്ക് ഒരു കരാറും ഒക്കെ തട്ടിക്കൂട്ടി. ആരായിരുന്നു ഇതിൻ്റെ പിന്നിൽ? മന്ത്രി സജി ചെറിയാനായിരുന്നു അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? സജി ചെറിയാൻ തന്നെ ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അയാളെ തിരികെ പാർട്ടിയിൽ എത്തിച്ചു. വളരെ ആഘോഷപൂർവ്വം അദ്ദേഹം തിരിച്ചു. അല്ല, അതിനുവേണ്ടി പോലീസ് റിപ്പോർട്ട് വരെ തിരുത്തി എഴുതിച്ചു. പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് നേരെ മന്ത്രിക്കാകെ ചെല്ലുന്നത്. അല്ല, മന്ത്രി കുന്തം കുടച്ചക്കര റിപ്പോർട്ട് മാറ്റിയ ആളല്ലേ. അതാ. അപ്പോൾ ആ രീതിയിൽ അത് അട്ടിമറിച്ചു. അയാളെ പാർട്ടിയോട് ചേർത്ത് വെച്ചു. അയാൾക്ക് പുണ്യവാന്റെ പദവിയും കൊടുത്ത് വിശുദ്ധനുമാക്കി അവർ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോയി. ഈ യുവത്വത്തെ പാർട്ടിയോട് അടുപ്പിച്ച് നിർത്താൻ വേണ്ടി ഇവർ സ്വീകരിക്കുന്ന മാർഗം അറിയാം. ഒന്ന് ഈ ലഹരിക്കടിമയാക്കുക എന്നുള്ളതാണ്. ഒന്ന് ഈ ലഹരി മാഫിയകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ ലഹരിക്കടത്തിനകത്ത് പിടിയിലായിട്ടുള്ളതൊക്കെ ഇത്തരം ഇവരുടെ യുവജന സംഘടനയുടെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. വല്ലപ്പോഴും ആണ്ടിന് സംക്രാന്തിക്ക് ഒരു BJP-ക്കാരനോ ഒരു യുവമോർച്ചക്കാരനോ ഒക്കെ വന്ന് വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന പോലും അത്രയും വന്നിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ യുവജനങ്ങളുടെ ഇടയിലേക്ക് നോക്കും, പലപ്പോഴും പിടികൂടപ്പെടുന്നവരിലെല്ലാം ഒരു CPM അനുഭാവിയോ അല്ലെങ്കിൽ ഒരു CPM പ്രവർത്തനമോ ഇതൊന്നുമല്ല ഈ DYFയുടെ ഏതെങ്കിലും ഒരു ഭാരവാഹിത്വം വയ്ക്കുന്ന ആൾ ഉണ്ടായിരിക്കും. എന്തായാലും ഈ ഡ്രഗ് മാഫിയയുടെ വേരറുക്കും എന്ന് പറയുന്നത് വളരെ ശുഭപ്രതീക്ഷയോടെയാണ് ഈ നാട്ടിലെ ഒരുപാട് രക്ഷകർത്താക്കൾ കാണുന്നത്. അതുപോലെ ഒരുപാട് മാതാപിതാക്കളുണ്ടല്ലോ, ഈ മക്കൾ ഇതിനടിമപ്പെട്ടു. അത് പലപ്പോഴും അച്ഛനമ്മമാർ തിരിച്ചറിയുന്നത് മക്കളെങ്കിലും കേസിലാകത്താകുമ്പോഴായിരിക്കും. അവർ പോലും അറിയില്ലായിരിക്കും കുട്ടികൾ എന്താണ് ചെയ്യണമെന്നുള്ള കാര്യം. പലരും ആ നേരത്തായിരിക്കും അവർ ഞെട്ടിത്തരിച്ച് പോകുന്നത്. കാരണം ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടികളൊക്കെ തന്നെ ഈ നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ സംഭവങ്ങളുണ്ട് ഇതുപോലെ. ഓരോ അച്ഛനമ്മമാർ ഇവിടെ വന്ന് കരയുന്ന കഥ നമ്മൾ കാണുന്നതല്ലേ. അവരറിയുന്നില്ല, അവർ മക്കളെ പഠിക്കാനാ പൈസയും കൊടുത്ത് വിടുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം, ഈ അച്ഛനമ്മമാരെങ്കിലും മക്കൾ വില കൂടിയ മൊബൈൽ ഫോണൊക്കെ അച്ഛനമ്മ വാങ്ങിച്ചു കൊടുക്കാത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അവരൊന്ന് അന്വേഷിക്കണം ഇത് ഒന്നാണ് കിട്ടിയെന്നുള്ളത്. എന്തായാലും ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ആദ്യ പത്രസമ്മേളനം അല്ലേ? അതെ, ആദ്യ പത്രസമ്മേളനത്തിൽ ഏറ്റവും ആശ്വാസം കേരളത്തിന് നൽകുന്ന ഒരു കാര്യം ഇതാണ്. ഇത് കൂടാതെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയത്. പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയണം. അത് പണ്ട് നമുക്ക് ഫോൺ എടുക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഗുഡ് മോർണിംഗ് എന്ന് പറയും അവർ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് പരാതിക്കാർ ചെല്ലുന്നവരോടാണെങ്കിലും വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ചെല്ലുന്നവരോടും അതുപോലെ മാന്യമായ രീതിയിൽ പെരുമാറണം, ഗുഡ് മോർണിംഗ് പറയണം. അതുപോലെ 484 പോലീസ് സ്റ്റേഷനുകളാണ് നമുക്ക് ഉള്ളത്. അവിടെ ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു തുഗ്ലക് പരിഷ്കാരം നിലനിൽക്കുകയാണ്. അതായത് ഓരോ സ്റ്റേഷനും CI-മാർക്ക് ചാർജ് കൊടുത്തു. അതിനുവേണ്ടി അന്ന് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെട്ടെന്ന് കുറേ SI-മാരായിട്ട് പ്രൊമോട്ട് ചെയ്തു. ഈ 484 പോലീസ് സ്റ്റേഷനുകളിലും SHO-മാരായിട്ട് ഇവരെ നിയോഗിച്ചു. അതിന് ശേഷം ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ മാറ്റിയതോടെ ക്രമസമാധാന പാലന സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ SI, CI, DYSP എന്നിങ്ങനെ ഒരു തലത്തിലാണ് നേരത്തെ കാര്യങ്ങൾ പോക്കുന്നത്. അതായത് സ്റ്റേഷൻ ഭരിക്കുന്നത് SHO എന്ന് പറയുന്നത് SI-മാരാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്ത്യയിൽ അത് ഉള്ളത് ഈ കേരളത്തിൽ മാത്രമാണെന്നാണ് പറയുന്നത്. ഈ SHO-മാരായിട്ട് വരുന്നത് SI-മാരായിട്ടുണ്ടായിരുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യുന്നറിയും, ഇവർക്ക് അതിൻ്റെ ചുമതല വരുന്നതോടെ കുറച്ചുകൂടി ഉത്തരവാദിത്വം വരുന്നു. ഭരണ നിർവഹണത്തിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു. പോലീസ് സേനയിൽ പ്രവർത്തിക്കേണ്ട എങ്ങനെയാണെന്നൊരു പരിചയസമ്പത്ത് കിട്ടുന്നു. അങ്ങനെയൊക്കെ വന്നാണ്. പിന്നെ ഈ ഒരു CIയുടെ കീഴിൽ ഒരു 3 സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ എന്നായിരുന്നല്ലോ അറിയുന്നത്. ഇപ്പോൾ അത് മാറ്റിയായിരുന്നു. ആ നിർവചനം മാറ്റി CI ഓഫ് പോലീസ് എന്നുള്ളത് മാറ്റി IP ആക്കി. അതായത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അപ്പം എല്ലാവരും ഇപ്പോഴും CI എന്ന് പറയുന്നത് CI അല്ല, ഇപ്പോൾ ഉള്ളത് IP ആണ്. IP എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. IP എന്ന് മാത്രമല്ല ISHO, ഇൻസ്പെക്ടർ SHO എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ അറിയപ്പെടുന്നത്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നുള്ളതിൽ. അപ്പോൾ അത് വീണ്ടും മാറ്റി വീണ്ടും SI സംവിധാനത്തിലേക്ക്, SI SHO ആകുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി നമുക്ക് അറിയേണ്ടത്, രമേശ് ചെന്നിത്തലയുടെ നിന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ പോലീസ് സേനയിലെ കുറേ കാട്ടുകള്ളന്മാരായ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചുള്ളത് അടിയന്തരമായി തന്നെ. കാരണം മന്ത്രിസഭ സത്യപ്രതിജ്ഞ കുറച്ച് ദിവസമായി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു
2 ആഴ്ചക്കെങ്കിലും ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഇത് ഈ മന്ത്രിസഭയ്ക്ക് തന്നെ വിനയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ പഴയ വിധേയന്മാർക്ക് പെട്ടെന്ന് വിധേയത്വം മാറ്റാൻ പറ്റില്ല. കുറച്ചിട്ട് വന്ന് വിധേയത്വം മാറും. എങ്കിലും ഭൂരിപക്ഷം പേര് ഇപ്പോഴും അങ്ങോട്ട് വിധേയത്വം പഴയ മുഖ്യമന്ത്രിയുടെ പാർട്ടിയോടും പുലർത്തുന്നവരാണ്. അവർ കൃത്യമാക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ അറിയിക്കുകയും ഇവിടെ നടക്കാൻ പോണ കാര്യങ്ങൾ മുൻകൂട്ടി അട്ടിമറിക്കാനുള്ള അവസരം അതിലൂടെ വരുന്നു. എം.ആർ. അജിത് കുമാറിനെതിരെ പണി തുടങ്ങിയല്ലോ. എം.ആർ. അജിത് കുമാറിനെ പണി തുടങ്ങി സസ്പെൻഷൻ ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഇയാൾ കയ്യും കാലും ഒക്കെ പിടിച്ച് ഊരുമായിരിക്കും. അതങ്ങനെ പോകുന്നു. പിന്നെ ഉള്ളത് സ്റ്റേഷൻ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സ്റ്റേഷൻ്റെ മുഖം മാറ്റുമെന്ന് പറഞ്ഞു. മുഖം മാറ്റുന്നത് സ്റ്റേഷൻ ആ വളപ്പ് കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, തൊണ്ടി വാഹനങ്ങൾ കാരണം ഇപ്പം നമുക്കറിയാം MC റോഡിൻ്റെ അരികെയുള്ള സ്റ്റേഷൻ്റെ എല്ലാം മുമ്പിൽ ഈ വണ്ടികൾ തുരുമ്പുറത്തെ വണ്ടിയിൽ ഇങ്ങനെ വരി കിടക്കണം. എന്ത് അന്തരീക്ഷ മലിനീകരണമാണ് ഉണ്ടാക്കുന്നത്. അതെ. എന്തിനാ പറയാം, നമ്മൾ ഈ പട്ടം ജംഗ്ഷനിൽ ആ എം ഗോവിന്ദനായിട്ട് പ്രതിമ വെച്ചിട്ട് തൊട്ടുപുറത്ത് എത്രയോ മാസം ഒരു സ്കൂട്ടർ തകർന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളറിയില്ല, എന്തോ ഒരു ആക്സിഡൻറ്റ് പെട്ടതായിരിക്കാം. ആ തൊട്ടടുത്താണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. പക്ഷെ അവർ പോലും ഇത് ശ്രദ്ധിച്ചില്ലേ, കണ്ടിട്ടില്ല. കാരണം അവിടെ ട്രാഫിക് പോലീസ് നിൽക്കുന്നുണ്ട്. അവർ ഈ സ്കൂട്ടറിന് മുന്നിലാണ് അവിടുത്തെ ട്രാഫിക് പോലീസ് നിൽക്കുന്നത്. എന്നിട്ട് അവരാരും അറിയുന്നത്. അതാണ്. അപ്പം അത് നേരെയാക്കുന്നു. പിന്നെ സ്റ്റുഡൻസ് പോലീസ് സമ്പ്രദായം നേരെയാക്കുന്നു. ട്രാഫിക് പോലീസ്, വനിതാ പോലീസ് എല്ലാത്തിനെയും പരിഷ്കരിക്കാൻ പോകുന്നു. എന്തൊക്കെയാണെങ്കിലും ശരി, ഈ ഒരു കാര്യത്തിൽ നമുക്ക് അദ്ദേഹത്തിനോട് വലിയ ആദരവ് തോന്നുന്നുണ്ട്. ഈ ഡ്രഗ് മാഫിയയെ, ഈ ലഹരി മാഫിയയും അതുപോലെ ഗുണ്ടാ സംഘങ്ങളെയും കൃത്യമായി അമർച്ച ചെയ്താൽ തന്നെ കേരളത്തിലെ പകുതി കാര്യങ്ങൾ ശരിയായി നേരെ വരും.